മടമോള് പാപ്പ തിന്നിന്നാ? ഈ വീടൊക്കെ മട കുട്ടിക്ക് ഇഷ്ടായ? സൂപ്പറാ? എന്തായാലും ആ വീടിനെക്കാട്ടിലും നല്ലൊരു പ്രത്യേക ഒരു അന്തരീക്ഷമൊക്കെയാണ് ഈ വീട്ടിന്. അവിടെ നിന്നിട്ട് പോകുന്നത് എത്രയായാലും നന്നായി. സൗകര്യമില്ല. ഇതാണെങ്കിൽ 3-4 ബെഡ്റൂമും കാര്യങ്ങളും പിന്നെ റോഡും ഒക്കെ തന്നെയാണ്. എന്തായാലും ചുളിവ് വിലക്ക് ഇങ്ങനൊരു വീട് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഓടായാലും എന്താ ഉറങ്ങാനൊക്കെ ഭയങ്കര സുഖമാവും. പക്ഷെ അടുത്തൊന്നും അത്ര വീടുകളില്ല. അതാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. ഉള്ളത് ഇപ്പോൾ ആ ഒരു തലക്കലാണ് ഒരു വീടുള്ളത്. എന്തായാലും കുഴപ്പമില്ല, ഒരു വീടെങ്കിൽ ഒരു വീട് അടുത്തുണ്ടല്ലോ. നല്ലൊരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. ആ വീട്ടിലുള്ള കുട്ടിയാണ് തോന്നുന്നു. വീട് കുറച്ച് ദൂരെയാണ്, പക്ഷെ അടുത്തുനിന്ന് കേൾക്കുന്ന പോലെ. അടിപൊളി പാട്ട്. നമ്മുടെ കുട്ടിക്ക് പാട്ട് കേൾക്കണുണ്ടാ? മോള് കേൾക്കണില്ലേ? നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. നീ വെറുതെ പറയല്ലേ, നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ദിയാ, മോളിവിടെ ഒന്ന് വന്നേ. ഉമ്മനെ വിളിച്ചോ? ആ മോളെ, ഞാൻ വിളിച്ചതേ നല്ല രസമില്ല പാട്ട് കേൾക്കാന്. പാട്ടോ? ഇവിടൊക്കെ ഈ കാട്ടുമുക്കിൽ ആര് പാട്ട് പാടാനാ? ഇക്ക് കേൾക്കണില്ല. നിനക്ക് കേൾക്കാൻ പറ്റണില്ല പാട്ട്? എനിക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ആ വീട്ടിൽ നിന്നാ തോന്നണ്. അവിടെ നിന്നാണെങ്കിലും എടുത്തുനിന്ന് കേൾക്കുന്ന പോലെ നല്ലൊരു ഫീല്. ആൾക്കാർക്ക് തലക്ക് ഓളല്ലേ ഈ കാട്ടുമുക്കി വന്നിട്ട് പാട്ട് പാടാന്. ഞാൻ ഇവളോട് ചോദിച്ചപ്പോൾ ഇവൾക്ക് കേൾക്കണില്ല. എന്ന് എനിക്ക് മാത്രം ഇപ്പൊ കേൾക്കണ്. ഞാൻ അമ്മാന്റെ വിളി കേട്ടപ്പോൾ വിചാരിച്ചു എന്തോ ഒരു സംഭവമാണ്. ഞാൻ അവിടെ ചിത്രം വരക്കുന്നത് വെറുതെ സമയം കളയാനായിട്ട്. എനിക്ക് ചിലപ്പോൾ തോന്നിയതാവോ? പോട്ടെ. എന്താണ് നീ ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കണേ? ഞാൻ അവിടെ ഒരു പണിയിലല്ലേ. ഞാനെപ്പോഴും അമ്മാനെ വിളിച്ച്? നേരത്തെ പാട്ടേന്ന്, ഇപ്പൊ അത് അമ്മാനെ ഞാൻ വിളിച്ച് പറയും. നീ എന്നെ വിളിച്ചില്ലേ? അമ്മ വേഗം വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഞാനവിടെ പാത്രം കഴുകിയായിരുന്നു. എന്താണോ വിചാരിച്ചിട്ട് ഞാൻ വേഗം ഓടി വന്നതാ. ഞാൻ വിളിച്ചിട്ടില്ലേ അമ്മ? നീ എനിക്ക് നന്നായിട്ട് വിളിച്ച പോലെ എനിക്ക് തോന്നി ദിയാ. ഞാൻ വേഗം വന്നത്. ഉമ്മാക്ക് ഈ വീട്ടിലേക്ക് വന്ന മുതലേ ഓരോ തോന്നലാണ്. ഇത് കാണുമ്പോ തന്നെ ഒരു പ്രധാലയം പോലത്തെ ഒരു വീട്. ഈ വീട്ടിലേക്ക് വന്നതേ ഇഷ്ടായിട്ടില്ല. നീ ഓരോന്ന് പറഞ്ഞോ, പക്ഷെ ഇത് നല്ലൊരു വീട്, എനിക്ക് ഇഷ്ടമായി ഇത്. പക്ഷെ എന്താണോ എനിക്ക് വിളിച്ച മാതിരി തോന്നി. നീ എവിടുക്കാ പോണ് ദിയാ? ദിയ, അവളെന്താ മിണ്ടാതെ പോണ്? ഈ പെണ്ണെന്താ വിളിച്ചിട്ട് മിണ്ടാതെ പോണ്? ദിയ മോളെ, നീ എവിടേക്കാ പോണ്? എന്തുമ്മാ? ഈ അവിടെ ആയിരുന്നോ? അപ്പൊ പോയതാരാ? ഞാൻ പോവേ? ഞാൻ ഉമ്മാനോട് നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അവിടെ ചിത്രം വരക്കുകയാണ്. ഞാൻ സത്യ പറയുന്നത്. ഞാൻ വിളിച്ചിട്ട് നിൽക്കാതെ നീ കൊണ്ട് പോയല്ലോ. നീ എന്താ എന്നെ ഇട്ടിട്ട് ആകെ കളിപ്പിക്കാൻ നിൽക്കുക? ഞാൻ ഒന്നും പോയിട്ടില്ല, ഉമ്മാനെ തോന്നലാവും. ഞാൻ നിന്നെ കുറെ പ്രാവശ്യം വിളിച്ചു. നീ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ എങ്ങനെ നീ ഇപ്പൊ അവിടെ വന്നത്? ഈ ഉമ്മാക്കൊക്കെ എന്തൊക്കെയാണ്? നേരത്തെ ഉമ്മാക്ക് പാട്ട് കേട്ട് ഞാൻ വിളിച്ച്, ഇപ്പൊ അതാ ഞാൻ പോണ് പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവണില്ല ദിയ, സത്യ ഞാൻ പറയുന്നത്. നീ ഇപ്പൊ ഇവിടെ നിന്നതാ. ഞാൻ എത്ര വിളിച്ചിട്ട് നീ മിണ്ടാതെ അങ്ങോട്ട് പോയി. ഇതെന്താ, അതൊന്നും മനസ്സിലാവണില്ലല്ലോ. ഉമ്മാൻ്റെ അടുത്ത് നിന്നാലേ ഇക്ക് വട്ടുപിടിക്കും. ഞാൻ എന്തിനും പോയിട്ട് ഞാൻ ചിത്രം വരക്കട്ടെ. പടച്ചോനെ, ഒന്നും മനസ്സിലാവണില്ലല്ലോ. എന്തപ്പോ ഇത്? ഈ വീട്ടിൽ വന്ന് കയറി അപ്പം മുതലേ ഓരോ പ്രശ്നങ്ങളാണല്ലോ. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നുക, കേൾക്കാത്തതൊക്കെ കേൾക്കുക. എന്തത്? ഈ വീട്ടിൽ താമസിക്കാനൊന്നും കുഴപ്പമില്ല എന്നൊക്കെ നോക്കിച്ചിട്ടാണല്ലോ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. പിന്നെ എന്താ ഇങ്ങനൊക്കെ? അവൾക്കൊന്നും തീരെ ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരാൻ. നിന്റെ ഒരൊറ്റ നിർബന്ധം കാരണം ഇങ്ങോട്ട് വന്നത്. പഠിച്ചവനെ, ഈ വീടിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ? ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള എന്തൊക്കെയോ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പഠിച്ചവനെ കാത്തോളേ. എന്താ ദിയമോളെ, നിനക്ക് ഉറക്കമില്ലേ? ഒന്ന് കിടന്ന് ഉറങ്ങി നോക്ക്. മനുഷ്യനാണെങ്കിൽ കുറെ കഴിഞ്ഞിട്ടാണ് ഒന്ന് ഉറങ്ങിയിട്ടുള്ളത്. ഇത് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്. വെള്ളം വേണമെങ്കിൽ നിനക്ക് ഇവിടെ കൊടുന്ന് വെക്കാറുന്നില്ലേ? ഞാനോട്ടൊന്ന് വെള്ളം കൊടുന്നൊക്കെ മറക്കും ചെയ്ത്. പ്ലീസ്, നല്ല ദാഹിക്കുന്നുണ്ട്.
എന്നാ വായോ എൻ്റെ കൂടെ, ഞാൻ വെള്ളം എടുത്ത് തരാം. ഈ പെണ്ണിന് രാത്രി കിടക്കുമ്പോൾ വെള്ളം കൊണ്ടുവച്ചാൽ മതി എന്നും ഞാനിങ്ങനെ കൊണ്ടുവയ്ക്കണം. ഒരു ദിവസം മറന്നു കഴിഞ്ഞാൽ ഉറക്കം പോയി. ആരെൻ്റെ പിന്നാലെ വരുന്ന മാതിരി തോന്നി. ദിയമോൾ അവിടെ കിടക്കല്ലേ, ഓളെൻ്റെ പിന്നാലെ വന്നാ. ആരോ എൻ്റെ പിന്തുടരേണ്ട മാതിരി ഉണ്ടല്ലോ റബ്ബേ, എന്താ ഇവിടെ നടക്കണത്? എന്തായാലും അവളെ പോയി നോക്കട്ടെ, അവളവിടെ ഉണ്ടോയെന്ന്. ദിയ 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 ഈ വെള്ളം എന്നാ? ഞാൻ ലൈറ്റ് ഇടാം. ലൈറ്റ് ഒന്ന് ഓഫാക്കി. എന്തിനാ വിളിച്ചത്? ഈയല്ല എന്നോട് വെള്ളം ചോദിച്ചത്. വെള്ളോ? ആരാ വെള്ളം ചോദിച്ചി? എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം ദായമ്മാന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് എടുത്ത്. എടി ഒരു കാര്യമുണ്ട്, ഞാൻ നിനക്ക് വെള്ളം എടുക്കാൻ പോയപ്പോൾ അവിടെ ആരും എൻ്റെ പിന്നാലെ വരുന്ന മാതിരി എനിക്ക് തോന്നി. ഒന്ന് വായ, നമുക്കൊന്ന് പോയി നോക്കാം. എനിക്ക് ഒറ്റക്ക് ഇനിയൊന്ന് പോവാൻ ധൈര്യമില്ല, ഒന്ന് വായടി. ഓ തുടങ്ങി ഉമ്മാന്റെ ഓരോരോ പ്രാന്ത്. ഞാനൊന്ന് കെടുക്കട്ടെ. അമ്മ ലൈറ്റ് ഒന്ന് ഓഫായിക്കും, അമ്മ ഒന്ന് പോയി നോക്കിക്കാളെ. ഞാൻ തന്നെ പോയി നോക്കിക്കൊണ്ട്. പഠിച്ചോനെ, ഇത് തോന്നലാണോ? ആരുള്ള പോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അവിടുന്നാണല്ലോ ശബ്ദം കേൾക്കണത്. പഠിച്ചോനെ, അവിടെ എന്താ ഈ പെണ്ണാണെങ്കിൽ എൻ്റെ കൂടെ വരുന്നില്ല. എങ്ങനെ ഇപ്പോൾ അവിടെ പോയി നോക്കുക? ഇവിടെ നിന്നാണല്ലോ ശബ്ദം കേൾക്കണത്. ആരാ? എന്റെ വീട്ടിൽ വന്ന് ഞാൻ ആരാണെന്നോ?